വ്യാജ ടിക്കറ്റ് നൽകി ലോട്ടറി കച്ചവടക്കാരിയെ കബളിപ്പിച്ചു. പുനലൂർ മാത്ര സ്വദേശി സുജാതയാണ് തട്ടിപ്പിനിരയായത്. 5000 രൂപ ലോട്ടറി അടിച്ചെന്ന് കാട്ടി വ്യാജ ടിക്കറ്റ് നൽകി പണം തട്ടിയെടുക്കുകയായിരുന്നു. ആയൂർ ജവഹർ സ്കൂൾ ജംഗ്ഷനിലാണ് സംഭവം. സുജാത ചടയമംഗലം പോലീസിൽ പരാതി നൽകി. ഏതൊരു മനുഷ്യനല്ലേ, കേരളക്കാരല്ലേ, ഏതൊരു വണ്ടിക്ക് കൈ കാണിച്ചാലും ഒന്ന് നിർത്തി. തട്ടിപ്പുകാരൻ ആദ്യം സുജാതയ്ക്ക് സമ്മാനമടിച്ച ലോട്ടറി ടിക്കറ്റാണ് നൽകിയത്. ഇവരിൽ നിന്നും 2500 രൂപയുടെ ലോട്ടറി ടിക്കറ്റും 2500 രൂപയും കൈപ്പറ്റിയ തട്ടിപ്പുകാരൻ പിന്നീട് നൽകിയത് മറ്റൊരു ലോട്ടറി ടിക്കറ്റായിരുന്നു. ഇയാൾ കടന്നുപോയ ശേഷമാണ് സുജാതയ്ക്ക് തട്ടിപ്പ് മനസ്സിലായത്. അഞ്ചൽ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞാണ് സുജാതയുടെ അടുത്ത് ഇയാൾ എത്തിയത്. കാക്കി പാൻസും സോക്സും ധരിച്ച് ബൈക്കിൽ വന്ന ഇയാളെ കണ്ടാൽ ഒറ്റനോട്ടത്തിൽ പോലീസാണെന്നേ തോന്നുവെന്ന് സുജാത പറയുന്നു. അവിടെ നിന്ന് ലോട്ടറി വേണോന്ന് ഞാൻ നടന്നു വരികയാണ്. അവിടെ നിന്ന് വേണമെന്ന് വെച്ചപ്പോൾ ഒരു ബൈക്ക് മുമ്പോട്ട് കൊണ്ട് നിർത്തി എന്നെ വിളിച്ചു. ഞാൻ സാറേ ടിക്കറ്റ് വേണോ? ഒരെണ്ണം തരാൻ പറഞ്ഞു. ഞാൻ ഒരെണ്ണം കൊടുത്ത് എനിക്ക് 50 രൂപ തന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതൊന്ന് അടിച്ചു നോക്ക് ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ 5000 രൂപ പ്രൈസ് ഉണ്ട്. ഞാൻ 5000 രൂപ പ്രൈസ് ഉണ്ട് സാറേ, കളയാതെ വെച്ചേക്കണേ. അങ്ങനെയൊന്നും പോകത്തില്ല എൻ്റെ ഇന്നെന്ന് പറഞ്ഞിട്ട് എന്നാൽ ഒരു കാര്യം ചേച്ചിയുടെ എത്ര രൂപയുണ്ട്? ഞാൻ പറഞ്ഞു പൈസ തയ്യോന്ന് അറിഞ്ഞുകൂടാ. ഞാൻ നോക്കിയപ്പോൾ 2500 രൂപയുണ്ട്. 2700 രൂപയുടെ ടിക്കറ്റും എൻ്റെ കയ്യിലുണ്ട്. 2500 രൂപ ടിക്കറ്റ് താ ചേച്ചി. എന്നിട്ട് 2000 രൂപ ചേച്ചി ഉണ്ടെങ്കിൽ ഞാൻ പറയാം 2000 രൂപ ഉണ്ട് സാറേ എന്ന് പറഞ്ഞു. സംഭവത്തിന് ശേഷം ആദ്യം സുജാത എത്തിയത് അഞ്ചൽ പോലീസ് സ്റ്റേഷനിലാണ്. ആയൂരിൽ ഇതിനു മുമ്പും ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് ആയൂരിൽ ഒരാൾ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത് ഇത് ആദ്യ സംഭവമാണെന്നും അറിയുന്നു. ചടയമംഗലം പോലീസിൽ പരാതി നൽകാനും അഞ്ചൽ പോലീസ് സുജാതയ്ക്ക് നിർദ്ദേശം നൽകി. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.